ഹലോ മൈ ജിയോങ്സ് യുവർ ലൈൻ ഏപ്രിലിൻ്റെ എപ്പിസോഡ് 14 എത്തിയിരിക്കുന്നത്. സോ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ടാകുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 13 എന്താണ് കണ്ടു നിർത്തിയത്. കൗരിക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് സുബാക്കി ഓടി വന്ന് പറയുന്നതും അവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ആ ഒരു സീൻ നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു എപ്പിസോഡ് 14 തുടങ്ങുമ്പോൾ നമുക്ക് കാണിച്ചിരിക്കുകയാണ്. സുബാക്കി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ആരിമയോട് കൗരിക്ക് വയ്യ, അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. സോ അവൻ ഇത് കേട്ട ഉടനെ അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ്. ആ ഓടി പോകുന്ന ടൈമിൽ സുബാക്കി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അവൻ ശ്രദ്ധിക്കാതെ, സുബാക്കിയെ പോലും മൈൻഡ് ചെയ്യാതെ ആ ന്യൂസ് കേട്ടതും പെട്ടെന്ന് ഞെട്ടലോടെ അവൻ ഓടിപ്പോവുകയാണ്. സോ ആ ടൈമിൽ സുബാക്കിക്ക് ചെറുതായിട്ട് ഫീൽ ആകുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് തന്നെ സുബാക്കിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു എപ്പിസോഡാണ്. അവളുടെ ഫീലിങ്സും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആണ്. സോ ആ ഹോസ്പിറ്റലിൽ ഉള്ളിൽ പോയി നോക്കിയപ്പോഴാണ് കൗരി ഇങ്ങനെ അഡ്മിറ്റായി കിടക്കുന്നത് കാണുന്നത്. അവള് പുറമെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചിരിച്ച് കാണിച്ചാണ് നമ്മളുടെ ആരുമയോട് നിൽക്കുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോൾ അവന് തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ അവന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു അത് അവളെ കണ്ടപ്പോൾ ഫസ്റ്റ് അവൻ ആ ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അവന് തോന്നിയത് അവന്റെ അമ്മയെ കണ്ടതുപോലെയായിരുന്നു. അമ്മയ്ക്ക് വയ്യാതായതും ആ ഒരു അവസ്ഥയിലായതുപോലെ കൗരിയും ആയതുപോലെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. കൗരി അപ്പം ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ഉണ്ടാകുന്ന ചോദിക്കുകയാണ്, ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് എങ്ങനെയുണ്ട് ചോദിക്കുകയാണ്. സോ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവള് ചെറുതായിട്ടൊന്നും വീണ്. സോ വീണപ്പോൾ ചെറിയ അടി കിട്ടി. സോ അത് കാരണമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് എന്നാണ് ഇവനോട് ഇവള് പറയുന്നത്. ചെറിയ അടി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ അച്ഛനമ്മ ഇവിടെ കൊണ്ടാക്കി എന്നുള്ള കാര്യങ്ങൾ നമ്മളുടെ ആരുമയോട് കൗരി പറയുകയാണ്. അടുത്ത ദിവസം തന്നെ നമ്മളുടെ വടാരിയും സുബാക്കി അങ്ങോട്ടേക്ക് വരികയാണ്, സ്വീറ്റ്സും എല്ലാം കൊണ്ടുവരികയാണ്. അപ്പം എന്നിട്ട് നമ്മളുടെ കൗരിയോട് ചോദിക്കുകയാണ്, ഇങ്ങനെ എൻ്റെ കുറവുള്ളത് ചോദിച്ചപ്പം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ മുൻപ് ഇരുന്നതിനേക്കാളും ഭയങ്കര ആരോഗ്യമായിട്ടിരിക്കുന്നു എന്നൊക്കെ അവള് പറയുകയാണ്. അപ്പോൾ വട്ടാരി ചോദിക്കുകയാണ്, എന്നെ കാണാൻ നീ ഒരുപാട് വിഷമിച്ച് കാണുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ തന്നെ എന്നൊക്കെ നമ്മളുടെ കൗരി പറയുകയാണ്. സോ എനിക്ക് വേണ്ടി നീ എന്ത് കൊണ്ടുവന്നു വട്ടാരിയോട് ചോദിച്ചപ്പോൾ വട്ടാരി സ്വീറ്റ്സ് ഉണ്ടല്ലോ, സ്വീറ്റ്സും ബേക്കറി ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് കൊടുക്കുകയാണ്. സോ ഇതൊക്കെ നമ്മളുടെ ആരുമേ കാണുന്നുണ്ട്. ആരുമിക്കത് ചെറുതായിട്ട് ഫീലൊക്കെ ആവുകയാണ്. അപ്പോഴാണ് വീണ്ടും ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നത് കാണുന്നത്. അപ്പം വട്ടാരി ഒരു ഡൗട്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ഇവൾ ഒരുമാതിരി നോക്കുകയാണ്. അപ്പം ഇവൾ നീ എന്താ എന്നെ ഇങ്ങനെയൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നത്, ഞാൻ നോക്കാൻ കാര്യമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിനക്ക് എപ്പോഴും ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ അടി കിട്ടിയാലും ടെസ്റ്റ് എന്ന് നോക്കിയപ്പോൾ അവൾ പറയുന്നത് പറഞ്ഞാൽ അടി കിട്ടിയതല്ല, ഞാൻ ബോധം കെട്ട് വീണപ്പോൾ എൻ്റെ തല വന്ന് തറയിലടിച്ചു, ഭിത്തിയിലടിച്ചു. സോ അത് കാരണമാണ് ഞാൻ ഈ ഹോസ്പിറ്റലൈസ് ആയത്. അത് വേറൊരു കുഴപ്പമില്ല, അതിൻ്റെ ടെസ്റ്റൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അവൾ ഒപ്പിക്കുകയാണ്. നിനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഈ ഒരു കേക്കും നല്ല രുചിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ വിഷയം എങ്ങനെയൊക്കെയോ മാറ്റി വിടുകയാണ്. സോ അങ്ങനെ അപ്പോൾ വട്ടാരിയാണെങ്കിൽ കുറെ ബുക്സൊക്കെ അവർക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. സോ കൊണ്ടുവന്നപ്പം നമ്മളുടെ സുബാക്കൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഇത് പെർമിഷൻ വാങ്ങിച്ചത് തന്നെയാണോ ഇത്ര എടുത്തത്? അതൊക്കെ ഞാൻ പെർമിഷനൊക്കെ വാങ്ങിച്ചത് നമ്മളുടെ കൗരിക്ക് വേണ്ടിയല്ലേ, അതിന് വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചതെന്നൊക്കെ പറയുന്നു. സോ അതിന് അവൾ ഫുൾ ടൈം ഹോസ്പിറ്റലൈസ് ആയി കിടക്കുകയാണ്. അല്ലല്ലോ, അവൾ അടുത്ത ദിവസം തന്നെ ക്ലാസ്സിലേക്ക് വരുമല്ലോ, പിന്നെ നീ എന്താണ് ഇത്തിരി ബുക്ക് കൊടുത്തത്, ഇരിക്കട്ട് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ വട്ടാരി. സോ ഇത് കേട്ട ആരുമ്മയ്ക്ക് ചെറിയതായിട്ട് വിഷമമാവുകയാണ്. ഇനി അവന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചത് അതുപോലെ ഇവൾക്ക് വരുമോ എന്നൊരു പേടി അവനുണ്ട്. ഇപ്പോഴാണ് അവരെല്ലാം പോയതിനു ശേഷം അവളിങ്ങനെ അവളുടെ പെട്ടെന്ന് ഡൗൺ ആവുകയാണ്. അത്രയും നേരം ചിരിച്ചുകൊണ്ടിരുന്ന അവൾ പെട്ടെന്ന് ഡൗൺ ആയിട്ട് ആ ബുക്സ് എല്ലാം നോക്കിയിട്ട് പറയുകയാണ്, എനിക്കിനി സ്കൂളിൽ വരാനും സമയമില്ല, ആൻഡ് ഈ ഒരു ബുക്ക് ഇത്രയും വായിച്ചു തീർക്കാനും എനിക്ക് സമയമില്ല. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് രണ്ടർത്ഥത്തിൽ എടുക്കാം. ഒന്നല്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലൈസ് നിന്ന് മാറുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അവള് അത് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അവളിങ്ങനെ ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു മാർക്ക് ഷീറ്റ് പോലെ കാണുന്നത്. അത് നമ്മളുടെ ആര്യമ്മയുടെ മാർക്ക് ഷീറ്റാണ്. സോ അതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു നഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് കൗരി നിന്റെ ഫ്രണ്ട്സ് എല്ലാം പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയിട്ടുണ്ട്, ഇനി നിങ്ങൾ IV ഇട്ടോ എന്ന് പറയുകയാണ്. സോ അവള് IV ഡ്രിപ്പ് ഇട്ടുകൊണ്ടാണ് കിടന്നത്. അവർ വന്നുകൊണ്ടാണ് ഒരു കുഴപ്പമില്ലെന്ന് അഭിനയിച്ച് കാണിച്ച് എനിക്കൊരു സീനൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്, ബിക്കോസ് അവർ വന്നുകൊണ്ട് മാത്രമല്ല, പ്രത്യേകിച്ച് ആരുമയ്ക്ക് പെട്ടെന്ന് ഫീൽ ആകാതിരിക്കാനും അത് അവനെ അഫക്ട് ചെയ്യാതിരിക്കാനും കൂടെ വേണ്ടിയായിരിക്കാം അവൾ ഇങ്ങനെ ചെയ്തത്. കാരണം എല്ലാവരുടെ മുന്നിലും അവൾ എപ്പോഴും സന്തോഷമായിട്ടുള്ള പെൺകുട്ടിയാണ്, അത് അങ്ങനെയാണ് ഇരിക്കട്ടെ, ആ ഒരു ഇമേജ് കളയേണ്ടെന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ ചെയ്തത്. സോ അടുത്ത ദിവസം രാവിലെ നമ്മളെ സുബാക്കിയും കശുവാഹയും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. ആ ഒരു പെൺകുട്ടി, അവളുടെ പേരാണ് കശുവാഹ. അവരെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചോദിക്കുകയാണ്, നിങ്ങൾ ഫ്രണ്ട്സ് തന്നെ എന്ന് ആ പെണ്ണ് ചോദിക്കുകയാണ്. അപ്പം നീ ആരും ഉദ്ദേശിക്കണം, അല്ല നീയും ആരുമയും ഫ്രണ്ട്സ് മാത്രം തന്നെയാണോ, അത് അതിലുപരി വേറെ എന്തെങ്കിലും ഉള്ളതൊക്കെ ചോദിക്കുകയാണ്. നിനക്ക് എന്നെ അറിഞ്ഞുകൂടി, അവൻ എനിക്കൊരു ബ്രദറിനെ പോലെയാണ്. ആൻഡ് അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ സൈത്തേനെയാണ് ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നിനക്ക് അറിയാമല്ലോ, നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആ പെൺകുട്ടി വട്ടാരിയോട്. അപ്പോൾ വട്ടാരി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കുട്ടിക്കാലം മുതലേ എനിക്ക് സൈതനെ ഇഷ്ടമാണ്, നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നീ എന്താ ഒരുമാതിരി ആരുമ ഇഷ്ടമാണോ എന്ന രീതിയിൽ നീ ചോദിക്കുന്നത് എന്നൊക്കെ ഒരുമാതിരി ചോദിക്കുകയാണ് അവൾ വട്ടാരി ആ ഫ്രണ്ടിനോട്. ആരുമയുടെ അടുത്ത് എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ലടി, പക്ഷേ നിങ്ങൾ ഭയങ്കര ക്ലോസ് അല്ലെന്ന് ആ കുട്ടി ചോദിച്ചപ്പോൾ, എടി നമ്മൾ അത്രയ്ക്കും നല്ലൊരു ഫ്രണ്ട്സ്, ഒരു ബ്രദർഹുഡിനെ പോലെയാണ്, നെയ്ബേഴ്സാണ് നമ്മൾ, കുട്ടിക്കാലം മുതലേ വളർന്ന കുട്ടികളാണ് നമ്മൾ. സോ ഞാൻ ഏത് അവസ്ഥയിലും ഞാൻ അവൻ്റെ അടുത്താണ് പോകുന്നത്. സോ അങ്ങനെ ഒരു ഫ്രണ്ട്സാണ്, അതുമല്ലാതെ അതിലുപരി ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് മെഴുകുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, എടി നീ എത്ര കള്ളത്തരം പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കിയാൽ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നീ ഇങ്ങനെ മറച്ചു വെക്കരുത്, ഇത് അവസാനം വലിയൊരു ട്രോമയിലേക്ക് നീ പോകും, നിന്റെ ഫീലിങ്സ് നീ തന്നെ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കരുത്, നിന്റെ ഉള്ളിനുള്ളിൽ എന്താണെന്ന് നമുക്കറിയാം. ഇത് അവൾ പറയുന്നത് നമുക്ക് റിയൽ ലൈഫിലും കുറച്ച് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയുക,
തുറന്ന് പറയുന്ന പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് പോകുമെന്ന് പറഞ്ഞ് പറയാതിരുന്നാൽ അത് വളർന്ന് വരുമ്പോൾ വീണ്ടും ഒരു നല്ല ട്രോമയിലേക്ക് പോകുന്നതല്ല. അത് അതിന് വേറെ മാറ്റമൊന്നും വരില്ല. ഇപ്പോൾ നമ്മൾ ആ ടൈമിൽ തന്നെ പോയി പറഞ്ഞാൽ യെസ് ഓർ നോ എന്നൊരു വാക്ക് മാത്രമേ കാണുള്ളൂ. പിന്നെ ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ പെർസ്പെക്റ്റീവിൽ നമുക്കൊരാൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കണം. ലവ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. രണ്ടും കൂടെ നമ്മൾ ഇടപെട്ട് അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് നമ്മൾ വയ്ക്കരുത്. നമുക്കൊരാളത്തെ ലവ് തോന്നിക്കഴിഞ്ഞാൽ അത് തോന്നിയത് തന്നെ അത് നമുക്ക് ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ലായിരിക്കാം. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് പോകില്ലയോ എന്ന്. ഫ്രണ്ട്ഷിപ്പ് ഓൾറെഡി പോയി കഴിഞ്ഞവിടെ. സീരിയസ്ലി എൻ്റെ ഒപ്പീനിയൻ അതാണ്. ഫ്രണ്ട്ഷിപ്പ് ഓൾറെഡി പോയി കഴിഞ്ഞവിടെ. നിങ്ങൾക്ക് എപ്പോൾ ഒരു പെൺകുട്ടിയുടെ ലവ് തോന്നി തുടങ്ങിയോ അന്ന് മുതൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു പെൺകുട്ടി എന്നല്ല, ആൺകുട്ടിയാണ്, ഞാനൊരു ആണായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് എവിടെ പോയി. നിങ്ങൾ കാണുന്നത് ആ പെൺകുട്ടിയെ വേറെ പെർസ്പെക്റ്റീവിലായിരിക്കും. സോ പിന്നെ ആ പെൺകുട്ടി ഇനി ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് പോകണമെന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇപ്പം നിങ്ങൾ തുറന്ന് പറഞ്ഞു വിചാരിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് നാളുകൊണ്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു വിചാരിച്ചു. അപ്പോൾ ആ പെൺകുട്ടി റിജക്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അത് ഒപ്പിച്ച് വയ്ക്കുന്നതൊക്കെ ഭയങ്കര പാടാണ്. ആൻഡ് അത് നല്ലതുമല്ല. നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ഫീലിങ്സ് വന്നിട്ടുണ്ട്. എന്നെ ആ ഫീലിങ്സ് മാറ്റിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകുന്നതൊക്കെ പറയുന്നത് ഹ്യൂമൻലി നോട്ട് പോസിബിൾ. എവിടെയെങ്കിലും ഒരു ചെറിയ ഫീലിങ്സ് നമുക്ക് കാണും. അങ്ങനെ ഫീലിങ്സ് വച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പ്യുവറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ തകർത്തിട്ട് അങ്ങനെ മിണ്ടേണ്ട ഒരു ആവശ്യം ഇല്ല. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക്. നീ ഒരുപാട് സംസാരിക്കണേ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഓംലെറ്റ് ആണെങ്കിൽ ഇവിടെ എടുത്ത് കഴിക്കുകയാണ്. ആ പെൺകുട്ടി ആർക്കും കൊടുക്കാൻ സൂക്ഷിച്ച ഓംലെറ്റ് ആയിരുന്നു അത്രയും എടുത്തോള് കഴിക്കുന്നത്. പിന്നെ നീ എന്തൊക്കെ വിളിച്ച് പറയണത്? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് നിനക്ക് തന്നെ അറിഞ്ഞുകൂടി? ചുമ്മാ ചോദിക്കാൻ വേണ്ടി. ഞാൻ എൻ്റെ ആരുമേ അങ്ങനെ കണ്ടുപോലില്ല. അവൻ എൻ്റെ ബ്രദർ മാത്രമാണ്. ഞാൻ ബ്രദറിനെ പോലെ കാണുന്നത്. ഒന്നാമത് അവൻ്റെ അമ്മ ഇപ്പം ഇല്ല. അവൻ്റെ അമ്മയ്ക്ക് പകരമായിട്ട് അവനത് സ്നേഹത്തോടെ നോക്കുന്നത് മാത്രമല്ല, അല്ലാതെ എനിക്ക് വേറൊരു ഫീലിങ്സും ഇല്ലടാ. സോ അവൻ അടുത്ത ദിവസം നമ്മൾ കാണിക്കുകയാണ്. അടുത്ത ദിവസം ഒരു ഫയർ ഫെസ്റ്റിവലാണ്. ആ ഒരു ഫയർ ഫെസ്റ്റിവലിൻ്റെ ഇതാണ് കാണിക്കുന്നത്. സമ്മർ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സുബാക്കിന് യുക്കാട്ട് എന്നൊരു ഡ്രസ്സുണ്ട്, അത് ഇട്ടിട്ടാണ് വന്നത്. സോ അത് ഇട്ടപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് ഭയങ്കരമായിട്ട് കൊള്ളാമെന്ന് പറഞ്ഞൊരു ഫീലിങ്സ് വരികയാണ്. കിടിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കോംപ്ലിമെന്റ് കൊടുക്കുകയാണ്. നമുക്കൊന്നും കറങ്ങാനൊക്കെ പോയിട്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പം സുബാക്കിയും കൂടെ പോവുകയാണ്. അപ്പോഴാണ് സുബാക്കി ഒരു കാര്യം ആലോചിക്കുന്നത്, ഒരിക്കലും ആരുമയാണെങ്കിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിയാണ്, എന്നെ കാണാൻ നല്ല രസമാണ്, ഭംഗിയാണെന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അവൻ എപ്പോൾ ഞാൻ അടുത്ത് വന്നാലും ശല്യം എത്തിയെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവൻ സെറ്റ് അല്ലായിരിക്കും എന്നുള്ള മനസ്സിൽ തന്നെ അവൾ പറഞ്ഞ് മാറ്റുകയാണ്. അതേ സമയത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മളുടെ ആരും ഇവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ കവോരിന്റെ കൂടെയാണ്. അപ്പോൾ നമ്മളുടെ കവോരി ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ എന്ത് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരുപാട് നേരമല്ല, നിങ്ങൾ വന്ന് ഇരുന്നൂടി ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഇരിക്കണമെന്നില്ല, ഞാൻ അവിടെ നിൽക്കാന്നൊക്കെ പറയുകയാണ് ആരുമ. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് നമ്മളുടെ കവോരി ആരുമോട് ചോദിക്കുകയാണ്. അപ്പോൾ ആരുമ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തിനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് എല്ലാം വിട്ടു പോയിട്ടേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു പോയിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വിട്ടുപോയാൽ പിന്നെ തിരിച്ച് കിട്ടില്ലെന്ന് എനിക്കറിയാം. അതുപോലെ സംഭവിക്കുമ്പോൾ എന്നൊരു ചെറിയൊരു പേടി എനിക്കുണ്ട് എന്ന് പറയുകയാണ് അവൻ. എടാ നീ അങ്ങനെ വിചാരിക്കണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം ശരിയാവും, ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലേ, ആ ടെസ്റ്റ് എല്ലാം എടുത്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പിന്നെ നീ ആ ഗാല കോൺസെർട്ടിൽ എന്ത് ചെയ്തു? നീ ഒറ്റയ്ക്കല്ലേ വായിക്കാൻ പോയതോ? എനിക്ക് ചിരി അടക്കാൻ പറ്റില്ല. നീ അവൾ വായിച്ചതും എനിക്ക് ഞാൻ ഈ കാണാൻ പറ്റില്ലല്ലോ എന്നൊരു ഇതുകൊണ്ട് എനിക്ക്. നീ കാരണമാണ് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വായിക്കേണ്ടി വന്നത് ഇവിടെ എന്ന് ആര്യമ പറയുകയാണ്. എടാ സോറി എടാ, ഞാൻ വിചാരിച്ചത് ഞാൻ പോകുമ്പോൾ പിന്നെ നീ തിരിച്ച് വീട്ടിലേക്ക് പോകും, പിന്നെ കോൺസെർട്ടിൽ വായിക്കാൻ കയറില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ വായിക്കാൻ പോയി. അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ ആര്യമ പറയണത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പോകാന്നൊക്കെ തന്നെ തീരുമാനിച്ചത് വീട്ടിൽ, പക്ഷേ എന്നെക്കുറിച്ചൊരു പയ്യൻ കുറ്റം പറഞ്ഞു. ആ കുറ്റം പറഞ്ഞത് കേട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെ പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വായിച്ചത് തന്നെ. പിന്നെ നീ ആ ഒരു മ്യൂസിക് തിരഞ്ഞെടുത്തത് തന്നെ എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. എനിക്കറിയാമെന്നുള്ള ബുക്ക് എന്നെ കൊണ്ട് വായിപ്പിച്ചത് നീയാണ്. അപ്പം നിനക്കൊരു മോട്ടീവ് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഇമ്പ്രൂവ് ആണ്, അത്ര മാത്രം നിനക്ക് മോട്ടീവായിട്ടുള്ളായിരുന്നു. അത് ഞാൻ നിറവേറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ മരുന്നിൻ്റെ സ്മെല്ലുള്ളത്, അതുപോലെയാണ് ഈ ഒരു പാട്ടും ഈ ഒരു മ്യൂസിക്കും. ഒരു താലാട്ട് പാട്ട് വേണം എനിക്കത് കാണാപ്പാടമായിട്ട് കാര്യങ്ങളായിട്ട് കറക്റ്റായിട്ട് അറിയാമെന്ന് പറയുകയാണ്. കവടി പറയുകയാണ്, നീ ഇത്രയും സൂപ്പറായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് കാണാൻ പറ്റുകയാണ്, ഈ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അവൾ കണ്ണങ്ങ് നിറയുകയാണ്. അപ്പോൾ ആരുമെങ്കിലും ചെറുതായിട്ട് വിഷമാവുകയാണ്. എനിക്ക് ഒരു പേടി മാത്രമേ ഉള്ളൂ, നീയും എൻ്റെ അമ്മ വിട്ടുപോയതുപോലെ എന്നെ വിട്ടിട്ട് പോകില്ലല്ലോ, അത്ര മാത്രം എനിക്ക് അറിഞ്ഞത്, എനിക്ക് വേറെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനോട് വെച്ച് പറയുകയാണ്. സോ അവനെ പറഞ്ഞ സമയത്ത് തന്നെ അവൻ്റെ അമ്മ അവനെ വിട്ട് പോയ കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുകയാണ്. സോ അതുപോലെ തന്നെ ഇവളും വിട്ടിട്ട് പോകുന്നൊരു പേടിയുണ്ട്. എല്ലാം കളക്ട് ചെയ്തത് മ്യൂസിക്കാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് കാണിക്കുന്നത്, നമ്മളുടെ സുബാക്കിയും നമ്മളുടെ ആര്യമ്മയുടെ ചൈൽഡ്ഹുഡ് കാണിക്കുന്നത്. അപ്പോൾ സുബാക്കി എന്തൊക്കെ പറയുന്നു, മറ്റേ നമ്മൾ സ്കൂളിൽ സ്പോർട്സ്മാൻഷിപ്പിന് ചേരണമെങ്കിൽ നമ്മളുടെ യൂത്ത് എല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ പറയുകയാണ്. സോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് നമ്മളുടെ ആര്യമ്മ പറയുകയാണ്. എനിക്കതൊന്നും താല്പര്യമില്ല, എന്നോട് പറ്റില്ലെന്നൊക്കെ പറയും, എനിക്ക് അറിയില്ലെന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ വട്ടാർക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ അങ്ങോട്ട് പോകാൻ തള്ളി വിടുകയാണ് അവനെ. പോടാ നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നത്, നിന്റെ കാല് നോക്കിയാണ് കൊച്ചു പിള്ളേരെ പോലെ കുട്ടിക്കാല് വെച്ചുകൊണ്ടിരിക്കുന്നത് പറയുകയാണ്. അപ്പം നമ്മുടെ ആര്യമ്മ സുബാക്കിയോട് പറയുകയാണ്, അപ്പം നിന്റെ കാലിനെ മനുഷ്യന്മാരെ പോലെ ആനക്കാല് പോലെ തോന്നുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞ് അങ്ങോട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൊടുക്കുകയാണ്. അതൊരു ചൈൽഡ്ഹുഡ് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുകയാണ്. പിന്നെ വേറൊരു ടൈമിൽ നമ്മളുടെ ആര്യമ്മയുടെ നമ്മളെ സുബാക്കി നോക്കുകയാണ്, അവിടെ നമുക്ക് കളിക്കാൻ പോടാന്നൊക്കെ പറയുകയാണ്. പക്ഷേ എനിക്ക് ടൈമിലടി, എനിക്ക് പിയാനോ വായിക്കാനൊക്കെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. സോ അന്ന് ഈ
സുബാക്കിയാണെങ്കിൽ ഈവനിങ് പോയിട്ട് മണലിൽ പന്തുണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അത് നമ്മളുടെ ആരുമയ്ക്ക് അവൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് ബേസ്ബോൾ കളിക്കുകയാണ്. പക്ഷേ അവൻ വരൂല, അവന് ടൈമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ പ്രാവശ്യം കളിക്കുമ്പോൾ അവന് ടൈമില്ല അവന് പിയാനോ ആയിക്കൊണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ചൈൽഡ്ഹുഡിൽ ജീവിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. ആൻഡ് അതെല്ലാം മാറ്റാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ സുബാക്കി എന്ന് പറയുന്നത്. അവസാനം അറ്റ് ലാസ്റ്റ് പോയിന്റ് വന്ന് എത്തിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോലും വരാൻ പറ്റുന്നില്ല, കാരണം ഈ ഒരു പിയാനോ സെഷൻ കാരണം. സോ അങ്ങനെ അവിടെ വെച്ച് ഇന്ന് സ്കൂളിലാണെങ്കിൽ ഇന്ന് ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും കൂടെ ഗ്രൂപ്പ് സോങ് ആയിട്ട് ഒരു പാട്ട് പാടുകയാണ്. അതിൽ സുബാക്കിയും ഉണ്ട്. പക്ഷെ സുബാക്കിക്ക് ആ പാട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഐ ഹേറ്റ് മ്യൂസിക് എന്ന് പറയുകയാണ്. കാരണം ആരുമേ അത്രയ്ക്കും ഒരു കുട്ടിയായിട്ട് നിൽക്കാൻ അനുവദിക്കാതെ ഇത്രയും പ്രഷർ കൊടുക്കുന്നത് എന്താണ്, മ്യൂസിക് ആയിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് ഉള്ള വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം ആയപ്പോൾ നമ്മളുടെ ആരുമയും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് നമ്മളുടെ കവര് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കവര് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് പ്രാക്ടീസ് വേറെ ഒന്നും ഇല്ലടേ, നീ എപ്പോൾ നോക്കി ഇവിടെ നിൽക്കുന്നത്, നിനക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ചോദിക്കുകയാണ്. എടി നീ ഓവറായിട്ട് സംസാരിക്കില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെറിയ വഴക്കോടിയൊക്കെ ആവുകയാണ്. സുബാക്കിയെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ വഴക്കോടിക്കൊണ്ടിരുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതേ സമയത്തിൽ നമ്മളുടെ സുബാക്കി സൈത്തവൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നത് കാണുകയാണ്. അപ്പം നമ്മളുടെ ആരെങ്കിലും കാണുന്ന മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ കശുവാക്കി, അവള് ഇതെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നൊരു ചിന്തയിലാണ് അവളിപ്പോൾ. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതെങ്ങനെയും വട്ടാരോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വട്ടാരിക്ക് ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ പ്ലേ ഗ്രൗണ്ടിലാണ് ആസ് യൂഷ്വൽ, അറിയാമല്ലോ എവിടെ ആയിരിക്കും. അപ്പോഴാണ് അവൻ ഭയങ്കര ജാടയായിട്ട് സംസാരിക്കുന്നത്. എന്നെ ഇഷ്ടമല്ലാത്ത പെൺപിള്ളേടുത്ത് ഞാൻ സംസാരിക്കുകയൊന്നുമില്ല, എൻ്റെ സംസാരിക്കണമെങ്കിൽ എന്നെ ഇഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങനെയൊക്കെ പറയുകയാണ്. ഫസ്റ്റ് നീ മിണ്ടായിട്ട് ഞാൻ പറയണം കേൾക്കാൻ പറഞ്ഞിട്ട് അവൾ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ സുബാക്കിക്ക് ആരുമേ ഇഷ്ടമുള്ള, പക്ഷേ എന്നിട്ട് അവൾ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അവൾ എതിർക്കുകയാണ് അതിനെ. ഇതിങ്ങനെ പോയ അവസാനം വലിയൊരു ട്രോമയിലേക്ക് പോകുള്ളൂ എന്നൊക്കെ നമ്മളുടെ ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ വട്ടാരി പറയുകയാണ് അവളടുത്തൊന്നും പറഞ്ഞ് മാറ്റാനൊന്നും പറ്റില്ല. അവളെന്ന് പറയുന്നത് അവൾക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. ആ ഒപ്പീനിയനിൽ നിന്ന് അവൾ ഒരിക്കലും തിരിഞ്ഞ് മാറുകയില്ല. അവൾ പറയുന്നതാണ് കറക്റ്റ് അല്ലെങ്കിൽ അവൾ പറയുന്നതാണ് തെറ്റ് എന്നുള്ളത് അവൾക്കൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അതിൽ നിന്ന് അവൾ ഒരിക്കലും മാറാത്ത പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റേയില്ല എന്ന് നമ്മൾ വട്ടാരി പറയുകയാണ്. അപ്പോൾ ഒരു പയ്യൻ വിളിക്കുന്നത്, വട്ടാരി നീ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ പെട്ടെന്ന് അവൾ കളിക്കാൻ ടൈമില്ലെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ ആ പെൺകുട്ടിക്ക് നല്ലൊരു സ്നേഹമുണ്ട്, ആ സുബാക്കിയോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. ഒരു ഫ്രണ്ടായിട്ട് സുബാക്കി വീണ്ടും തിരിച്ച് കാണണം എന്ന പെൺകുട്ടി ഒരു ആഗ്രഹമുണ്ട്. കാരണം സുബാക്കി കൗരി വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു, കൗരി വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഇത്ര ചിരിച്ച് കണ്ണില ഒരു സ്പാർക്കിൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന പെൺകുട്ടിയാണ് പെട്ടെന്ന് കൗരി വന്നതിന് ശേഷം അവളുടെ ലൈഫിൽ നിന്ന് അവളുടെ ആ ഒരു ഫീലിങ്സ് കുറഞ്ഞു വന്നതും നമുക്ക് ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ചിരി മാറി വന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അവിടെ വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൾ പ്രതീക്ഷിച്ചില്ലല്ലോ, എന്നും കൂടെ കാണുമെന്ന് വിചാരിച്ചു നമ്മളുടെ ആരുമ. പക്ഷേ അവൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവളെ വിട്ട് അവൻ പോകുന്നു എന്നൊരു മാറ്റം, എന്നൊരു ചേഞ്ച് അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നടക്കുന്നത് തന്നെ. അടുത്തായിട്ട് നമുക്ക് സീൻ കാണിക്കുന്നത് നമ്മളുടെ ആരുമയോട് ഹെഡ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ വന്നിട്ട് സാർ വന്നിട്ട് പറയുകയാണ്, എടാ നീയാണ് ഇനി ഹൈസ്കൂളിൽ പോകാനുള്ളത്, ബാക്കിയുള്ള പിള്ളേരും പോയിട്ടുണ്ട്, നീ ഹോളിൽ നിൽക്കുകയാണെന്ന് പറയുകയാണ്. നീ ഒരു തീരുമാനം എടുത്തിട്ട് പറയുകയാണ്. അവൻ പക്ഷേ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ടെൻഷൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ അവൻ നിൽക്കുകയാണ്. എനിക്ക് പിയാനിസ്റ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ആരെപ്പോലെ ആകണം എന്താകണമെന്ന് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അന്ന് ഈവനിങ് നമ്മുടെ സുബാക്കി സൈത്തിലൂടെ ഒരുമിച്ച് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുബാക്കി ആസ് യൂഷ്വൽ എന്താണ് സംസാരിക്കുന്നത്, നമ്മളുടെ കോസയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരുമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ അവൾ അവനോട് സോറി പറയുകയാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും ആരുമ എന്ന് പറയുന്നത് എനിക്ക് ഇറിറ്റേറ്റ് ഒന്നും ആവുന്നില്ലല്ലോ, സോറി പറയുകയാണ്. സൈത്ത പറയുകയാണ്, എടീ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരുമിച്ച് വളർന്ന നെയ്ബേഴ്സ്, അതങ്ങനെ തന്നെ, നീ ഒരു ബ്രദറിനെ പോലെ അവൻ കാണണമെന്ന് എനിക്ക് അറിയാം, പിന്നെ എന്താ കുഴപ്പമെന്ന് അവൻ ഇങ്ങനെ പറയുകയാണ്. സോ അവൾ എന്നെ മൻവസി പറയുകയാണ്, അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ ഞാനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എന്ന് പറയുകയാണ്. അന്ന് രാത്രി തന്നെ നമ്മളുടെ കശിബയാണെങ്കിൽ നമ്മളുടെ സുബാക്കിയെ ഫോൺ വിളിച്ചിട്ട് അതിൻ്റെ മനസ്സിലുള്ളത് എന്താ പറഞ്ഞാൽ തുറന്ന് പറയണം, പുറത്ത് പറയണം, പറയാതെ വച്ചേക്കരുത് എന്നൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ സുബാക്കിയാണെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് അവൻ ഇഷ്ടമാണോ അല്ലയോ ആണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ ആരും അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എന്തെങ്കിലും പ്രശ്നമാണോ, നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് അവളോട് ഇങ്ങനെ അന്തവിട്ടാണൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ ആരും മറ്റേ പെൺകുട്ടിയുണ്ടല്ലോ ഇവളുടെ ഫ്രണ്ട് സുബാക്കിയില്ല. സോ അവൾ വിളിച്ച് പറഞ്ഞാണ് ഇവർക്ക് എന്താ സംഭവിച്ചത്. സോ അത് കാണാൻ വേണ്ടി നമ്മളുടെ ആരും അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് മനസ്സിലായത് അവൾ പ്രാങ്ക് ചെയ്തതാണെന്ന്. അവൾ പ്രാങ്ക് ചെയ്തത് എന്തിനാണെന്ന് നമുക്കറിയാം, സുബാക്കിക്കും അറിയാം. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടുപേരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുബാക്കി പറഞ്ഞു, അവള് പറഞ്ഞ വാക്കിയിട്ട് എന്നെ നോക്കാൻ വന്നില്ലേ, നേരെ മണ്ടാണെന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്തുവാണോ പറയാൻ, നിനക്ക് എന്തെങ്കിലും അടിപറ്റി കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നതില്ല, നീ എന്നെ കുറ്റം പറയണമെന്ന് പറയുകയാണ്. അപ്പോഴാണ് നമ്മൾ സുബാക്കി ഒരു കട കണ്ടിട്ട് പറയാൻ നമുക്ക് അങ്ങോട്ട് പോയി എന്തായാലും വാങ്ങിച്ച് കഴിക്കാമെന്ന് പറയുന്നത്. സോ അങ്ങനെ അവരോട് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഐ മീൻ പോപ്സിക്കിൾ സാധനമുണ്ട്. സോ അത് വാങ്ങിച്ച് കഴിക്കുകയാണ്. അവന് എപ്പോഴും മിൽക്ക് ഫ്ലേവറാണ് ഇഷ്ടം. സോ അവനെ മിൽക്ക് ഫ്ലേവർ വാങ്ങിച്ച് കഴിക്കുകയാണ്. അവൾ ചോക്ലേറ്റ് ഫ്ലേവർ. നമ്മളുടെ സുബാക്കി പറയുന്നത് 3 നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയണം. പയ്യെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇടുകയാണ് അവൾ. ആരും വേണമെങ്കിലും മനസ്സിൽ വേറൊരു കാര്യം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു 3 കാണുമ്പോൾ എനിക്ക് ഏറെ ഏതായാലും മ്യൂസിക് വായിക്കണമെന്ന് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ മനസ്സിൽ ഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്ത് വരികയാണ്, വായിൽ ഹം ചെയ്യുകയാണ്. സോ അങ്ങനെ സുബാക്കിയും അതുപോലെ തന്നെ ഹം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ആരുമ ചോദിക്കുന്നുണ്ട്, ഞാൻ വായിക്കുന്നത് പോലെ തന്നെ നീ കറക്റ്റായിട്ട് വായിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ
ചോദിക്കുന്നുണ്ട്, കുട്ടിക്കാലം മുതൽ നിന്റെ കൂടെ വളർന്നത് ഞാൻ, പിന്നെ എനിക്ക് അറിഞ്ഞോളൂ നീ അതൊക്കെ മ്യൂസിക് വായിക്കില്ലെന്നൊക്കെ. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഹമ്മൊക്കെ ചെയ്തുകൊണ്ട് പോവുകയാണ്. തൊട്ടടുത്ത് കടലാണ്. ആ കടലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, കരയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുബാക്കി ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. നമുക്കൊരു ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ ആരുമയുടെ പാദം ചെറുതാണെന്ന് പറഞ്ഞൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ അവളിങ്ങനെ നോക്കുകയാണ്, ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവളെക്കാളും വലിയൊരു പാദമാണ് ആരുമയ്ക്കുള്ളത്. അവൻ അവളുടെ കാല് വെച്ചത് ആ ഒരു കാൽപാദത്തിൻ്റെ കൂടെ തന്നെ അവൾ വയ്ക്കുകയാണ്. അങ്ങനെ വെച്ച് പോവുകയാണ്. അവൾ അറിയാതെ പറഞ്ഞു നോക്കുകയാണ്, നിനക്ക് നല്ല ചേഞ്ച് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ആരുമ ചോദിക്കുന്നത്, എനിക്കെന്ത് ചേഞ്ച്, നീ എന്നും കാണുന്നത് പോലെയല്ലേ ഞാനിപ്പോൾ എന്നൊക്കെ ചോദിക്കുകയാണ്. ഓ അങ്ങനെയാണ്, അപ്പം എനിക്ക് തോന്നിയതായിരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സുബാക്കി അത് എടുത്തിട്ട് അവൻ്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എപ്പം തന്നെ നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഫീലിങ്സ് വരികയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ കണ്ടൊരു സ്പാർക്കിൾ ഞാൻ കാണുന്നുണ്ട്, നീ പണ്ടത്തെക്കാളും നല്ലൊരു കോൺഫിഡൻസ് ആയാലും എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇട്ട് വരികയാണ് അവൾ. നിന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ടൈം പോകുന്നത് അറിയില്ല, ആൻഡ് നിന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഇപ്പോൾ സന്തോഷമാണ്, കാരണം നീ നല്ല മ്യൂസീഷ്യനാണ്, നല്ലൊരു പിയാനിസ്റ്റാണ്. അപ്പോഴാണ് നമ്മളുടെ ആരും പറയുന്നത് മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അവൻ്റെ മൈൻഡ് വോയിസ് ആയിട്ട് പറയുന്നതാണ്. നമ്മളെ കവോരെ ഓർക്കുകയാണ് അവൻ. എന്നിട്ട് സുബാക്കിയുടെ ഒരു കാര്യം പറയുകയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിൻ്റെ അത് പറയാനുണ്ടെടി. എന്താണെന്നാൽ ഞാൻ മ്യൂസിക് സ്കൂളിൽ പോകാൻ പോവുകയാണ് പഠിക്കാൻ വേണ്ടി, അതുകൊണ്ട് ഞാൻ ആ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല വിഷയമല്ലോ, കുഴപ്പമില്ല, നല്ലതല്ലേ, കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയുകയാണ് നമ്മളുടെ സുബാക്കി. പക്ഷേ അത് ഇവിടെ അല്ലടി, അത് വേറൊരു നാട്ടിലാണ്, നമ്മളുടെ നാട്ടിലല്ല, ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് പഠിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ്. മാക്സിമം ഞാൻ ആഴ്ച 2-3 പ്രാവശ്യം മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ എന്ന കാര്യങ്ങൾ പറയുകയാണ്. സോ ഇത് കേട്ടത് നമ്മളുടെ സുബാക്കിയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല വിഷമം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്നാണ് പറഞ്ഞത് മ്യൂസിക് എല്ലാത്തിനെ കണക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് മ്യൂസിക് ചിലതിനൊക്കെ ഡിസ്റ്റൻസ് ഇടാൻ വേണ്ടി സഹായിക്കുകയാണ്. പക്ഷേ ആ ഡിസ്റ്റൻസ് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം. കരയുകയാണ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് വീണ് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടുകയാണ്. ആ പോപ്സിക്കളും തറയിട്ടിട്ട് വിളിച്ചോണ്ട് ഓടുകയാണ്. കാരണം ചെറുപ്രായം തൊട്ട് നമ്മളുടെ ആരുമയെ സുബാക്കി തമ്മിൽ പിടിക്കുന്നത് വേറെ ഒന്നുമല്ല, മ്യൂസിക്കാണ് അവളുടെ തമ്മിൽ ഡിസ്റ്റൻസ് വരാനുള്ള കാരണം. ഞാൻ മുഖ്യമല്ലല്ലോ, എനിക്ക് മ്യൂസിക്കല്ലേ മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്തൊക്കെ പെരുകൊടുത്തോണ്ട് ഓടുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് സന്തോഷം മാറ്റി വയ്ക്കേണ്ടി, പക്ഷേ നീ ഇരുന്നു സന്തോഷം മാറ്റിരിക്കാനുള്ള കാരണവും ഞാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവള്. പക്ഷെ നിനക്ക് മ്യൂസിക്കാണ് സന്തോഷം എന്ന് പറഞ്ഞിട്ട് നീ മ്യൂസിക് തടി പോകുന്നു, നിനക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവള് പോവുകയാണ്, ഓടി പോവുകയാണ്. സോ അങ്ങനെ അവളാണ് നിന്നിട്ട് ഒരു കാര്യം ആലോചിക്കുകയാണ്. കാരണം ഇവർ ഒന്നായിരുന്ന ആ ടൈം, ചൈൽഡ്ഹുഡ് ടൈമൊക്കെ അവൾ ചുമ്മാ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പയ്യെ സ്ലോ ആയി, അവൾ ഇത്ര നേരം ഓടിക്കൊണ്ട് നമ്മൾ സ്ലോ ആയി. അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയത്, ഇഷ്ടമാണോ അല്ലേ എന്നുള്ള കാര്യത്തിലുള്ള ആൻസർ കിട്ടിയത്. സുബാക്കിക്ക് ഇപ്പോൾ എക്സാക്ട്ലി അവളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ അന്ന് ചൈൽഡ്ഹുഡ് ടൈമിൽ 2 പന്ത് നമ്മളുടെ ആരുമയ്ക്ക് വേണ്ടി സുബാക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവനെ കാത്തിരുന്നിട്ടുണ്ട്, ഇവൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നുണ്ട്. പക്ഷേ ഇവൻ വന്നിട്ടില്ല. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് തന്നെ അവസാനിക്കുകയാണ്. സോ ബൈ.